നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 33ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ഭാവികാല സംഭവങ്ങളുടെ 8 പ്രധാന സംഭവങ്ങളിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന സംഭവമായിരിക്കുന്ന കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിലും നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ നാം മീതെയുള്ള യെരൂശലേം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഒന്ന് വരച്ചു കിട്ടുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് മീതെയുള്ള യെരൂശലേം? സംശയമില്ലാത്ത വിധത്തിൽ എല്ലാവർക്കും അത് ഹൃദയത്തിൽ പതിഞ്ഞു കിട്ടുവാൻ ദൈവാത്മാവ് സഹായിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ വീണ്ടും മീതെയുള്ള യെരൂശലേം എന്താകുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടർ പഠനമാണ് നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇത് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സംശയമില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെ പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ വീണ്ടും മീതെയുള്ള യെരൂശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് നാം കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി നാം സെക്രട്ടറി 4-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ നാം പഠിപ്പാനിടയെത്തുന്നു. 7 സഭകളോ പൊന്നലുകളുള്ള ബന്ധത്തിലും 2 ഒലിവുമരവും 2 നിലവിളക്കിനുള്ള ബന്ധത്തിൽ നാം ഇന്നലെ ചിന്തിക്കുവാനിടയെത്തുന്നു. അപ്പോൾ നമുക്ക് യെശയ്യാപ്രവചനം 66-ാം അധ്യായം, സെക്രട്ടറി 4-ാം അധ്യായം എന്നീ 2 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ടും ഉത്തമഗീതത്തിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യത്തെ ആസ്പദമാക്കിയും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് നാം ചിന്തിച്ചെങ്കിലും എന്താകുന്നു മീതെയുള്ള യെരൂശലേം, അല്ലെ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്, ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന മീതെയുള്ള യെരൂശലേം എന്താകുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അപ്പോൾ മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് നമുക്ക് അറിയാം. പക്ഷേ അത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളതിനെയാണ് ഇന്ന് രാത്രി നാം ഒന്നുകൂടി ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അപ്പോൾ മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു സ്ത്രീയോട് ഇതിനെ ഉപമിച്ചിരിക്കുന്നു. മീതെയുള്ള യെരൂശലേമിനെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയോടുള്ള ബന്ധത്തിൽ, വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സ്ത്രീയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയിൽ ആരൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് പരമപ്രധാനമായി മനസ്സിലാകുന്ന കാര്യം, സ്ത്രീ വേദനപ്പെട്ട് നിലവിളിച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് ആലങ്കാരികമായ ഭാഷയിൽ ദൈവസഭയുടെ ആദിജാതന്മാരുടെ, സ്വർഗ്ഗത്തിൽ പേരിക്കുന്ന ആദിജാതന്മാരുടെ പുനരുത്ഥാനം, രൂപാന്തരവും അവരെ പെട്ടെന്ന് സ്വർഗാസുഖത്തിലേക്ക് എടുക്കുന്നതിനെക്കുറിച്ചും ആകുന്നു എന്നുള്ളത് നമുക്ക് സംശയം കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തി. സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയേണ്ടതിനെ നടന്നിരിക്കുന്നത്. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെടുന്നതിനെ വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ മീതെയുള്ള യെരൂശലേമാകുന്ന സ്ത്രീയിൽ നിന്ന് ഒരു ആൺകുട്ടി ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ അതിനെ നമുക്ക് ആഗോള ദൈവസഭയുള്ള ബന്ധത്തിൽ 7 പൊൻനിലവിളക്കിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മണവാട്ടി സഭയാണ്, അല്ലെങ്കിൽ ആദിജാതന്മാരുടെ സഭയാണ് ഈ ആൺകുട്ടി എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്നവരാണ് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആൺകുട്ടി എന്നുള്ളത് ആദിജാതന്മാരുടെ സഭയാണ്, സ്വർഗത്തിൽ പേരിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ്, മണവാട്ടിയാണ്, തേജസ്സിൽ സൂര്യ തേജസ് പ്രാപിക്കുന്നതാണ്. ഇവരുടെ പുനരുത്ഥാനം നടക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ്. ആ സമയത്ത് നടക്കുന്ന പുനരുത്ഥാനം അത് ഒന്നാമത്തെ പുനരുത്ഥാനം അല്ല,
ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമല്ല, ഇത് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാകുന്നു എന്നുള്ളത് നാം അക്കമിട്ട് നിരത്തി ചിന്തിച്ച വിഷയമാണ്. എന്നാൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നുകൂടി അത് വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ ഞാൻ ഇന്ന് രാത്രിയിൽ എന്താണ് മീതെയുള്ള യെരൂശലേം എന്നുള്ളതിൻ്റെ ഔട്ട്ലൈനാണ് നൽകുന്നത്. നമ്മൾ ഈ മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞ് അത് എന്താണെന്ന് അറിയാതെ കടിച്ചാൽ പൊട്ടാത്തൊരു വിഷയമായിട്ട് കൊണ്ടു നടക്കാതെ അതിനെ ഒന്ന് ലഘൂകരിച്ച് പഠിച്ചിട്ട് മീതെയുള്ള യെരൂശലേം ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ പിന്നീട് നമുക്ക് വളരെ എളുപ്പമായിട്ട് മറ്റു ഭാഗങ്ങൾ പഠിക്കാൻ കഴിയും. എന്നാൽ ഇത് ഒരിക്കലും മനസ്സിലാകാതെ ഇങ്ങനെ നമ്മൾ ഇപ്പോഴും മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ മീതെയുള്ള യെരൂശലേമിൽ നമുക്ക് മനസ്സിലായി ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ബാക്കി ഭാഗം എന്താണെന്നുള്ളത്, ആൺകുട്ടി ആദിജാതന്മാരുടെ സഭയാണെന്നുള്ളത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം, വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് വ്യാഖ്യാനിക്കും. ഈ ആൺകുട്ടി ആദിജാതന്മാരുടെ സഭയാണെന്നുള്ളത് വ്യാഖ്യാനിച്ച് നമ്മൾ തെളിയിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഈ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു എന്നുള്ളത് അറിയാം. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്ത്രീയിൽ നിന്ന് സന്തതിയുടെ ശേഷിപ്പുണ്ട് എന്നുള്ളതും വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ ഈ സ്ത്രീയിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നുണ്ട്. രണ്ട്, ഈ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരുണ്ട്. അപ്പോൾ മീതെയുള്ള യെരൂശലേം എന്ന നമ്മുടെ അമ്മയിൽ ഏതൊക്കെ മക്കളാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന്, ആൺകുട്ടി ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നു. രണ്ട്, സന്തതിയിലെ ശേഷിപ്പുള്ളവരിൽ രണ്ട് കൂട്ടരുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നു. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ. രണ്ട്, യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവർ. അപ്പോൾ ഇതിൽ നിന്നും ഈ മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മയിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. രണ്ട്, അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരുണ്ട്. അവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെന്നും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരെന്നുമാണ്. ഇത്രയും മനസ്സിലാക്കിയത്. ഇപ്പൊ മീതെയുള്ള യെരൂശലേമിൽ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരാണ് പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിൽ വരുന്നത്. അപ്പൊ അതിൽ ഒരാൺകുട്ടിയുണ്ട്, അവളുടെ സന്തതിയുടെ ശേഷിപ്പുണ്ട്. ഇതിനകത്ത് ആർക്കും സംശയം ഉണ്ടാകത്തില്ലല്ലോ. 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ആൺകുട്ടിയെ പ്രസവിച്ചെന്നുള്ളതും, അതിൻ്റെ 17-ാം വാക്യം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന് സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയെ ശേഷിപ്പുള്ളവരോട് യുദ്ധം. ഇപ്പം ഇത് ആർക്കും സംശയം ഇനി ഉണ്ടാകത്തില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മൂന്ന് കൂട്ടരും ഈ ഭൂമിയിലുണ്ട്. യേശുവിന്റെ സാക്ഷ്യം പ്രമാണിക്കുന്നവരുണ്ട്, അതുപോലെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരുമുണ്ട്, അതുപോലെ ആൺകുട്ടിയിൽ ഉൾപ്പെടുവാനുള്ള ആദിജാതന്മാരുടെ സംഘത്തിൽപ്പെടുന്നവരും ലോകത്തിലുണ്ട്. അതിന് സംശയമില്ല, ഒരു സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പറഞ്ഞതൊന്ന് തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ മീതെയുള്ള യെരൂശലേമിലേക്ക് ഉൾപ്പെടുന്നതിൽ, അവിടെ എത്തിച്ചേരുന്നവരിൽ ഈ മൂന്ന് കൂട്ടർ ഉണ്ട് എന്നുള്ളതിന് സംശയമൊട്ടുമില്ല. കാരണം പർദീസയെ നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ട് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഈ പറയുന്ന ഇതിൽ തേജസ്സിന്റെ 3 വ്യത്യസ്ത ഘടകങ്ങളുള്ളവർ എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനകത്തുനിന്ന് ഇപ്പം ആൺകുട്ടിയെ പ്രതിദാനം ചെയ്യുന്ന വിശുദ്ധന്മാർ മരണാനന്തരം പർദീസയുടെ 3-ാം സ്വർഗത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടിയുടെ എണ്ണം ഇതുവരെ തികയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും സഭ ഭൂമിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മീതെയുള്ള യെരൂശലേം നമുക്ക് തലയ്ക്ക് മീതെയുള്ള യെരൂശലേം എന്ന പർദീസയുള്ള ബന്ധത്തിൽ കാണിച്ചിരിക്കുന്ന, അവിടെ ഇപ്പോൾ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മീതെയുള്ള യെരൂശലേമിൽ ഇപ്പോൾ ആൺകുട്ടിയുടെ നിലവാരത്തിലുള്ളവർ മരണാനന്തരം വിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തികവാകുന്ന വിശുദ്ധന്മാർ, പുതിയ നിയമസ വ്യക്തികൾ ഭൂമിയിൽ അവര് രൂപാന്തരത്തിനായി കാത്തിരിക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗമാണ്.
രണ്ടാമത്തെ കാര്യം, ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ. ദൈവകൽപ്പന പ്രമാണിക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിനെതിരാണ് കൽപ്പന വന്നിരിക്കുന്നത്. ദൈവകൽപ്പന അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ദൈവകൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ദൈവത്തിന്റെ കൽപ്പന തന്നെയാണ് സുവിശേഷവും. എന്നാൽ ഇത് രണ്ടും വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവളുടെ സന്തതിയുടെ ശേഷിപ്പിൽ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിന്ന് അവിടുത്തെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, ഇങ്ങനെ പറയാൻ ഇടയാത്ത വന്നു, വേദവസ്തുവിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തി, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ഞങ്ങളോ ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ തെളിവ് ചോദിക്കുന്നവരാണ്. നമ്മുടെ ഏറ്റവും വലിയ പരിപാടി തെളിവാണ്. നല്ല കാര്യമാണ്. യഹൂദന്മാർക്ക് അടയാളം മതി, യവനന്മാർക്ക് ജ്ഞാനം മതി. നമുക്ക് തെളിവാണ് ആവശ്യം. അതുകൊണ്ടാണ് പരിശുദ്ധന്മാർ തെളിവ് നിരത്തി തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എന്തെങ്കിലും ചോദിച്ചാൽ അന്നേരം തെളിവ് ചോദിക്കും. തെളിവ് ചോദിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കും. അതെങ്ങനെയാണ് തെളിയിക്കുന്നിരിക്കും. അത് തെളിയിക്കാം. അത് തെളിയിച്ചു പോകുമ്പോൾ അതിനെ അംഗീകരിച്ചു പോയാൽ മതി, വിഘടിക്കാതിരുന്നാൽ മതി. ഇപ്പം ദൈവവചനം പറഞ്ഞ് അതിനെ തെളിയിച്ചു പോകുമ്പോൾ അതിനെ യോജിച്ചും കൂടെ പോകണം. അല്ലാതെ തെളിവ് ചോദിച്ച് വിഘടിച്ചു പോവുകയാണ് ഞാൻ പലരെയും കണ്ടിട്ടുള്ളത്, അംഗീകരിക്കാതെ പോകുന്നത്. ന്യായമായ കാര്യങ്ങളെ പറഞ്ഞ് സത്യം ഇതാണെന്നുള്ള രീതി വെളിപ്പെടുത്തി തെളിവ് കൊടുത്ത് പഠിപ്പിച്ചു പോകുമ്പോഴും അംഗീകരിക്കാൻ കഴിയാതെ വിഘടിച്ചു പോകരുതെന്ന വിശേഷം ഓർപ്പിക്കുന്നു. ദൈവകൃപയാൽ നമ്മൾ മീതിയിലെ വിഷയനെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം ഭാഗങ്ങളെ എടുത്താണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. സങ്കീർത്തനം 110 എടുക്കുന്നു, സങ്കീർത്തനം 4-ാം അധ്യായം എടുക്കുന്നു, യെശയ്യാവിന്റെ ഒരു 66-ാം അധ്യായം എടുക്കുന്നു. ഇതെല്ലാം എടുത്തിട്ടും ഒന്നിനോടൊന്ന് ഇത് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒന്നിനോട് ഇത് വിഘടിക്കുന്നില്ല. ദൈവവചനത്തിന് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ തെളിവ് ചോദിക്കുന്നവർ അത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ഇതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയോടെ തെളിവ് ചോദിക്കുന്നവരുണ്ട്. അത്തരക്കാരോട് എനിക്ക് കൂടുതൽ തെളിവ് നടത്താൻ ആഗ്രഹമില്ല. കാരണം ഇത് സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിലാണ് ഇത് തെളിയിച്ചു പോകുന്നത്. ഇതിനപ്പുറമായിട്ടുള്ള ഒരു തെളിവ് നിരത്തി പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് പറയുന്നതിന് കാരണം നമ്മുടെ മനസ്സിൽ മുൻവിധി കൂടാതെ ഈ പറയുന്ന കാര്യങ്ങളെ അത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു നിലവാരത്തിൽ ഇതിനെ നോക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മീതിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ സംശയം ഉണ്ടാകാം. ഇത് ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് കൂടെ വീണ്ടും ആവർത്തിച്ചെടുത്ത് ഇതിനകത്ത് എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളത് വെളിപ്പെടുത്തി നൽകുന്നത്. ദൈവകൃപയാൽ പരിശുദ്ധമായി തന്നിരിക്കുന്ന കാഴ്ചപ്പാടിനും കഴിവിനും അനുസരിച്ചാണ് വെളിപ്പെടുത്തി പോകുന്നത്. വളരെ മനസ്സിലാകാവുന്ന രീതിയിൽ അത് പറഞ്ഞു പോകുമ്പോൾ അത് ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ദൈവം പറയുമ്പം ഒന്നും മനസ്സിലായില്ലെന്ന് പറയും, ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ലെന്ന് പറയും. അങ്ങനെ അനുഭവം വരരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഇത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകത്തെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡൈലൂട്ട് ചെയ്യാണ്ട് ഇനി പറ്റത്തില്ല. അത് മാക്സിമം അതിൻ്റെ ലെവലിൽ നമ്മൾ കിട്ടുന്നതനുസരിച്ചാണ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ മീതിയുള്ള വിഷയമിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നുണ്ട്, ആൺകുട്ടിയുണ്ട്. അപ്പോൾ അത് ആദിജാതന്മാരുടെ സഭയാണെന്നും 7 പൊൻനിലകളാണെന്നും അത് ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതും മരിച്ചുപോയവർ ആ നിലവാരത്തിലുള്ളവർ 3-ാമത്തെ സ്വർഗത്തിലുണ്ടെന്നുള്ളതും അതിന് തെളിവായിട്ട് നമ്മൾ എടുത്തത് പൗലോസ് മരിച്ചവനെ പോലെ ആയപ്പോൾ തൻ്റെ ആത്മാവ് അല്പസമയം പർദീസയിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ്. നമ്മൾ ഈ 3-ാം സ്വർഗത്തിൽ വിശുദ്ധന്മാർ തികവ് പ്രാപിക്കുന്ന സഭയുടെ വിശുദ്ധന്മാർ എത്തിച്ചേരുമെന്ന് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പർദീസയാകുന്ന അതിൽ 3 സ്വർഗങ്ങളുണ്ടെങ്കിൽ 3-ാം സ്വർഗം പുതിയ നിയമസഭയുടെ തികവാകുന്ന 100 മേനിയിലുള്ള വിശുദ്ധന്മാരാണ് മരണാന്തത്തിനെങ്കിൽ 2-ാം സ്വർഗവുമുണ്ട്, 1-ാം സ്വർഗവുമുണ്ടെന്നുള്ളത് കാഴ്ചപ്പാട് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു നിലവാരത്തിലാണ് നമ്മൾ പർദീസയെ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൺകുട്ടിയെ പ്രസവിച്ചു. ഇനി അതോടുകൂടി ആ സ്ത്രീ തീർന്നില്ല, അവള് മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കും.
അപ്പോൾ അവരുടെ സന്തതിയുടെ ശേഷിപ്പിൽ രണ്ട് കൂട്ടരുണ്ട്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, അതിനെ നമുക്ക് പഴയ നിയമത്തിന്റെ സാക്ഷികൾ എന്ന് പറയാം. പഴയ നിയമത്തിന്റെ സാക്ഷികൾ, ഈ പഴയ നിയമത്തിന്റെ സാക്ഷികളാണ് ഈ ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ. പഴയ നിയമത്തിന്റെ സാക്ഷികളിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, പഴയ നിയമത്തിന്റെ അബ്രഹാമിനെ പോലുള്ള ഇസ്രായേലിൽ ഉൾപ്പെടാത്തവരാണ് പഴയ നിയമത്തിന്റെ സാക്ഷിയുടെ ഒരു കൂട്ടര്. കാരണം പുരാതന ലോകത്തിലും വിശുദ്ധന്മാർ ഉണ്ടായിരുന്നു. ഹാനോക്ക്, നോഹ, ഹാബേല്, അങ്ങനെ തലമുറയിൽപ്പെട്ട പേര് പറയപ്പെട്ടിരിക്കുന്ന അനേകര് ഉൾപ്പെടുന്നതാണ് പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ. അപ്പോൾ അവര് പഴയ നിയമത്തിന്റെ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുമ്പോൾ പഴയ നിയമത്തിന്റെ പ്രധാനമായിട്ട് നമുക്കറിയാവുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഈ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരിൽ രണ്ട് കൂട്ടരുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ അബ്രഹാമിനെ പോലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരാണ് ഒരു സംഘമെങ്കിൽ, രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നവര് ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിക്കുന്ന 144,000 പേരാകുന്നു. ഇവരാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്ന സാക്ഷികൾ. ഇവരെ ആലങ്കാരിക ഭാഷയിൽ വെളിപ്പാട് 11-ാം അധ്യായത്തിലും സെക്കരിയ 4-ാം അധ്യായത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവുമരമെന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം ലഭിക്കുന്ന മണവാട്ടി സഭ ആണ് ആദിജാതന്മാരുടെ സഭ. അപ്പൊ ഇരിക്കുവാൻ അധികാരമുള്ളവർ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ മാത്രം അധികാരമുള്ളവർ. അപ്പം ഇരിക്കുന്ന ആരാണ്? ഇരിക്കാൻ യോഗ്യതയുള്ളവർ ആരാണ്? അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അയോഗ്യത ആർക്കാ ഉള്ളത്? അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തികവ് പ്രാപിക്കുന്ന മണവാട്ടി സഭയ്ക്കാണ് അവനോട് കൂടെ ഇരിക്കുവാൻ അധികാരമുള്ളൂ. ഇന്ന് വരെയും ആരും സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ മറ്റാരും ഇരുന്നിട്ടില്ല. എന്നാൽ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഒരു വലിയ മാറ്റമുണ്ടാകും. ദൈവിക നിത്യതയോടുള്ള ബന്ധത്തിൽ ഇന്നുവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സിംഹാസനത്തിൽ ആരും ഇരുന്നിട്ടില്ല. ശ്രദ്ധിക്കണമേ. എന്നാൽ ദൈവത്തിന്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മണവാട്ടിയാണ് അവനോട് ചേരുന്നവരെ ഇരുത്തുന്നത് സ്വർഗീയ സിംഹാസനത്തിലാണ്. മറ്റൊരു സൃഷ്ടിക്കും കിട്ടാത്ത അതിപ്രധാനമായിരിക്കുന്ന യോഗ്യതയാണ് മൺപൊടികളിൽ നിന്ന് മെനഞ്ഞെടുത്ത് ദൈവം മൂക്കിൽ ശ്വാസം ഊതി ജീവൻ തന്ന തന്റെ പുത്രനെ അയച്ച് തേജസ്സിന്റെ മക്കളാക്കി സൂര്യ തേജസ്സുള്ളവരാക്കി തീർക്കുന്നവരുടെ പദവി എത്ര വലുതാണെന്ന് ഇന്ന് രാത്രിയിൽ ചിന്തിച്ചിട്ട് വേണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉദാസീനതയൊക്കെ വെടിയാനായിട്ട്. അത് മനസ്സിലാക്കിയാൽ, ഇപ്പം ഇതുവരെയും ആരും ഇരുന്നിട്ടില്ല, എന്നാൽ ഒരു ദിവസം വരാൻ പോകുകയാണ്. എത്ര പേർ അതിനുവേണ്ടി കാക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാൻ വലിയ ആത്മഭാരത്തോടും ആത്മസ്നേഹത്തോടും കൂടിയാണ് ഈ ക്ലാസ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതോ അമേരിക്കയിൽ പോകുന്നതോ ഞാൻ ചന്ദ്രനിൽ പോകുന്നതോ അത് ചൊവ്വയിൽ പോകുന്നതോ ഒന്നുമല്ല. അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവനോട് കൂടെ ഇരിക്കുവാനുള്ള വരം ലഭിക്കുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഇന്ന് രാത്രിയിൽ മീതയുള്ള യെരൂശലേമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യതയുള്ളത് ആൺകുട്ടിക്കാണ്. അത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. എന്നാൽ ഇവരെ കൂടാതെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ അഭിഷിക്തന്മാരായിരിക്കുന്ന രണ്ട് സാക്ഷികളുണ്ട്. അതിൽ ഒരു സാക്ഷി ആണ് രണ്ട് ഒലിവുമരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ രണ്ട് ഒലിവുമരം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ അബ്രഹാമിനെ പോലുള്ള ഉൾപ്പെടുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠന്മാരായവർ.
അവര് ഇപ്പോൾ വിശ്രമിക്കുന്നത് പരദീസിയുടെ ഒന്നാം സ്വർഗത്തിലാകുന്നു. ഇതാണ് സന്തതിയുടെ ശേഷിപ്പിലുള്ളവരാണ്. ഇപ്പോൾ സന്തതിയിൽ ഉൾപ്പെട്ടവർ നിൽക്കുന്നു. ഇപ്പോൾ അവിടെ മീതെയുള്ള പരദീസയിൽ ആത്മാക്കൾ വിശ്രമിക്കുന്നു. എന്നാൽ ഈ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മീതെയുള്ള വിഷയം ഭൂമിയിലേക്കാണ് വരുന്നത്. പിന്നീട് അവിടെ ശേഷിക്കുന്നത് അവിടെ മീതെയുള്ള പരദീസയിൽ ഒന്നാം സ്വർഗത്തിൽ ആത്മാക്കളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മൂന്നാം സ്വർഗത്തിലുള്ളവർ മാത്രമാണ് വെളിയിൽ വന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ എണ്ണം തികച്ചെടുക്കാൻ വേണ്ടിയാണ് മീതെയുള്ള യെരൂശലേം അത് താഴേക്ക് പ്രധാനം വരുന്ന മരുഭൂമിയിലേക്ക് ഓടിപ്പോകാനായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കുള്ള നദി ഇവിടെ ഒഴുകുന്നത് കൊണ്ട് മീതെയ ഉള്ള യെരൂശലേം അതിന്റെ ആത്മീയ തികവിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധാത്മാവും സഭയും എടുക്കപ്പെട്ട ശേഷമായി മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുവാനുള്ളവർ ആത്മീയ മരുഭൂമിയിലേക്ക് കാണപ്പെടും എന്നതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് ആലങ്കാരികമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യമുള്ളവർ. അപ്പോൾ ആദിയാതന്മാരുടെ സഭ യേശുവിന്റെ സാക്ഷ്യത്തിൽ തികവുള്ളവരായി എന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണത പ്രാപിച്ച് അവര് ആൺകുട്ടിയായി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിട്ടല്ല, ഇരിക്കാൻ വേണ്ടി എടുക്കപ്പെടുന്നവരാണ്. എന്നാൽ ശേഷിപ്പിലുള്ളവര് അവര് ഇരിക്കാൻ യോഗ്യതയുള്ളവരല്ല, സിംഹാസിരിക്കാൻ അവർക്ക് യോഗ്യതയില്ല. അവർ നിൽക്കുന്ന അഭിഷക്തന്മാരാണ്. അവരിൽ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരും ഇസ്രായേലിന്റെ രക്തസാക്ഷികൾ 144,000 പേരുമുണ്ട്. ഇവരെ ഡിനോട്ട് ചെയ്യുന്നതാണ്, ഇവരെ പ്രതിദാനം ചെയ്യുന്നതാണ് 2 ഒലിവ് മരം എന്നുള്ളത്. അപ്പോൾ യേശുവിന്റെ സാക്ഷ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ സഭയെടുക്കപ്പെട്ട ശേഷമായി യേശുവിന്റെ സാക്ഷ്യമുള്ള അഥവാ സുവിശേഷത്തിന്റെ വക്താക്കൾ ഭൂമിയിലുണ്ട്. അവരെ വെളിപ്പെടുത്തുവാനാണ് 2 നിലവിളക്കെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സെക്കന്യ പ്രവചനം 4-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം നമ്മൾ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇതിന് ഉള്ള ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 4-ാം വാക്യം, അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇപ്പം ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, ഇതാണ് സെക്കന്യ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലെ അതേക്കുറിച്ച് വിവരണം കേട്ടിരുന്നു. ഈ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർ ആരൊക്കെയുണ്ട്? 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമുണ്ട്. അപ്പൊ നിലവിളക്ക് എന്നുള്ളത് സഭയുടെ ശേഷിപ്പാണ് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചാൽ തെറ്റാണെന്ന് ആർക്കും സമർത്ഥിക്കാൻ കഴിയത്തില്ല. 7 പൊൻനിലവിളക്ക് ആദിജാതന്മാരുടെ സഭയാണെന്നുള്ളതും 2 നിലവിളക്കെന്നുള്ളത് അവരുടെ സന്തതിയുടെ ശേഷിപ്പ് അഥവാ മീതിയുള്ള യെരൂശലേമിന്റെ ശേഷിപ്പിലുള്ളവരാണ് 2 നിലവിളക്കെന്നുള്ളതും ഇവർ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാകുന്നെന്നും അതുകൊണ്ടാണ് 45-ാം സങ്കീർത്തനത്തെ നാം പാടിയിരിക്കുന്ന പ്രകാരം അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു എന്നുള്ള എടുക്കുമ്പോൾ അത് രാജ്ഞിയുടെ ബന്ധത്തിലും അവിടെ കൂടെ നടക്കുന്ന തോഴിമാരെ ആയിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന കന്യകമാരുള്ള ബന്ധത്തിൽ നമ്മൾ ഈ 2 നിലവിളക്കിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മണവാട്ടി എന്നുള്ളത് അത് 7 നിലവിളക്ക് പൊൻനിലവിളക്കുള്ള ബന്ധത്തിൽ തേജസ്സിന്റെ ശ്രേഷ്ഠമേറിയ സൂര്യ തേജസ് പ്രാപിക്കുന്നവരും ഈ കൂടെ നടക്കുന്ന തോഴിമാരാകുന്നവരും അവർ ചന്ദ്ര തേജസ് പ്രാപിക്കുന്നവരാകുന്നു എന്നുള്ളതും നമ്മൾ വ്യാഖ്യാനിച്ചത് 45-ാം സങ്കീർത്തനത്തെ അധികരിച്ചും ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യത്തെ അധികരിച്ചുമാണ്. ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യത്തില് നമുക്ക് നാം വായിച്ചിരുന്ന ഭാഗമാണ്, ചിന്തിച്ചിരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ സൂര്യനെ പോലെ ശോഭയും അരുണോദയം പോലെ ശോഭയും സൂര്യനെ പോലെ നിർമ്മലതയും ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള ഇവർ കുടികളോടുകൂടി സൈന്യമുള്ളവർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ നമുക്കവിടെ അരുണോദയം നക്ഷത്ര തേജസ്സിനുള്ള ബന്ധത്തിൽ നക്ഷത്ര ശോഭയെക്കുറിച്ചും ചന്ദ്രൻ സൗന്ദര്യത്തെക്കുറിച്ചും സൂര്യൻ നിർമ്മലനെക്കുറിച്ചും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളും നിർമ്മലന്മാരാകണം എന്നുള്ള ബന്ധത്തിൽ
നിർമ്മലതയുള്ള ബന്ധത്തിലാണ്, സൂര്യ തേജസ്സിനുള്ള ബന്ധത്തിലും നാം വ്യാഖ്യാനിച്ചത്. അപ്പോൾ സദൃശ നമ്മൾ എടുത്തത് ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യം, സങ്കീർത്തനം 45-ാം അധ്യായം. ഇതിലൊക്കെ രാജ്ഞിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ നടക്കുന്ന തോഴിമാരാകുന്ന കന്യകമാരെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വചനത്തിലെ തെളിവിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി ദൈവസഭയുടെ ശേഷിപ്പ്, മണവാട്ടി സഭയുടെ, ഇപ്പം ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണവാട്ടി സഭ മാത്രമല്ല. ഇവിടെ തെറ്റുപറ്റുന്നത് എല്ലാവർക്കും ഇതാണ്. ആഗോള ദൈവസഭ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാട്, പൊതുവെയുള്ള കാഴ്ചപ്പാട് മണവാട്ടി സഭ എന്ന് മാത്രമാണ്. എന്നാൽ അതിൻ്റെ അകത്ത് മണവാട്ടി സഭ മാത്രമല്ല, 30 മേനി ഉള്ള ഭൗമിക തേജസ് പ്രാപിക്കാനുള്ളവരുണ്ട്, 60 മേനി തേജസ് പ്രാപിക്കുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്ന തോഴിമാരുണ്ട്, 100 മേനി വിളയുന്ന മണവാട്ടിയുടെ ഗണത്തിൽപ്പെടുന്ന ആദ്യജാതന്മാരുടെ സഭയുണ്ട്. ഇത് മറന്നു കളയരുത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിക്കുമ്പോൾ എല്ലാവരും എടുക്കപ്പെടുന്ന ഒരു കൂട്ടമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വളരെ സങ്കടമുണ്ട് പലപ്പോഴും. ഞാൻ പല സ്ഥലങ്ങൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേനും പലരും പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി, ഒരിടത്ത് മെസ്സേജ് കൊടുത്തു. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ കൊച്ചാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോന്ന് എനിക്കറിയത്തില്ല, ഇനി അറിയാതെയാണോന്നും അറിയത്തില്ല. അപ്പം നമ്മളിത് വെളിപ്പെടും. ജീവോസത്തിൽ പേരുള്ള എല്ലാവരും കർത്താവിനോട് എടുക്കപ്പെടുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജീവോസത്തിൽ പേരുള്ള എല്ലാവരും എടുക്കപ്പെടും, ഞാൻ കേട്ടു. അപ്പൊ നമ്മൾ അത്രയും പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അതൊരു ഒരുപക്ഷെ ഒരു മത്സരമായിരിക്കാം. ജീവോസത്തിൽ പേരുള്ളവർ എടുക്കപ്പെടത്തില്ല കർത്താവിന്റെ വരവിൽ നിന്ന് ശക്തമായി പഠിപ്പിച്ചതാണ്. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കേട്ട വചനത്തോടെ അവർ അംഗീകരിക്കാതെ അതിനെ വെട്ടുന്നതായിരിക്കാം. പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൊന്നും വെട്ടരുത് കേട്ടോ, ആരും വെട്ടരുത്. നേരിട്ട് സംസാരിക്കാം. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഗോള ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മണവാട്ടി സഭ ആണ് എന്നുള്ള കാഴ്ചപ്പാട് ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിനോട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, എതിർക്കുന്നു. കർത്താവ് പറഞ്ഞു 100 മേനി വിളഞ്ഞു, 60 മേനി വിളഞ്ഞു, 30 മേനി വിളഞ്ഞു എന്നുള്ളത്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം തെളിവ് നൽകുന്നു. ആൺകുട്ടിയെ പ്രസവിച്ച ശേഷമായി ഇതിന് സ്ത്രീക്ക് സന്തതിയുടെ ശേഷിപ്പുണ്ടെന്നും അതിൽ ഉള്ളവർ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇതിനപ്പുറമായിട്ടുള്ള ഒരു തെളിവ് നിരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് വിട്ട് കളയത്തില്ല എന്നുള്ള മനോഭാവമുള്ളവരാണ്. വേണ്ട, കളയണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ട്, കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം, ദൈവസഭ എന്നുള്ളത് തികവാകുന്ന മണവാട്ടിയല്ല അതിലുള്ളത്. ഇതിനകത്ത് ശിശുക്കളെ പോലെയുള്ള ജീവസ്തുപ്പേരുള്ള 30 മേനിക്കാരുണ്ട്. കന്യകമാരുടെ നിലവാരത്തെത്തുന്നവരുണ്ട്, മണവാട്ടിയുടെ ദേശത്തുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതായാലും സ്വർഗാസ്വർഗത്തിലെ കല്യാണത്തില് മണവാട്ടി മാത്രം പോരല്ലോ. 45-ാം സങ്കീർത്തനം അത് പൂർത്തീകരിക്കണമല്ലോ, പൂർത്തീകരിക്കണ്ടേ? വചനം വെറുതെ എഴുതി വെച്ചാണോ? ഒരു വചനം പോലും പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ പാടില്ല. മണവാളിന് തോഴ്മക്കാർ വേണ്ടേ? മണവാട്ടിക്ക് തോഴിമാരില്ലേ? ഇന്നത്തെ കല്യാണത്തിൽ അതൊക്കെയാണ് ഇപ്പം കാണിച്ചു നടക്കുന്നത്. അപ്പോൾ മണവാളിന് തോഴിമാരുണ്ട്, മണവാളിന് തോഴ്മക്കാരുണ്ട്, മണവാട്ടിക്ക് തോഴിമാരുമുണ്ട്. അപ്പോൾ മണവാട്ടി മാത്രമേ ഉള്ളൂ സ്വർഗ കല്യാണത്തിന്. ക്ഷണിക്കപ്പെട്ടവരുമുണ്ട്. പക്ഷെ ഇതിനെ മനസ്സിലാക്കിയെടുക്കാത്തത് കൊണ്ട് പലരുടെയും പരിമിതമായിരിക്കുന്ന ആ ചിന്തകളിൽ തന്നെ ഒതുങ്ങിക്കൂടുമ്പോൾ ഞാനിന്ന് രാത്രിയിൽ ഒന്നുകൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നാം കാണുന്ന ആഗോള സഭയ്ക്കകത്ത് 3 തേജസ്സിൻ്റെ ഗണത്തിൽപ്പെടുന്നവരുണ്ട്. 30 മേനിയുണ്ട്,
60 മേനിയുണ്ട്, 100 മേനിയുണ്ട്. ദൈവവചനം തെളിവ് നൽകുന്നു. അത് വെളിപ്പെടാൻ പോകുന്നത് കൊണ്ടാണ് വളരെ ആത്മഭാരത്തോടെ ഈ ദിവസങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നത്. ആർക്കും നഷ്ടം വരാതിരിക്കുവാൻ. നീ ഏതെങ്കിലും ഒരു കാരണവശാൽ ഞാൻ എടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകും ഞാനത് യോഗ്യനല്ലായിരുന്നു എന്നുള്ളത്. ഞാനത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ ഞാൻ മരിക്കാൻ വരെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ഇന്നും അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെല്ലാം എടുക്കപ്പെട്ടു, ഞാൻ ഇവിടെ ശേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഇത്രേ വിചാരിക്കുള്ളൂ, ആ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വന്നിട്ട് കാകളം നനച്ചിട്ട് എടുക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയാണ്, എനിക്കതിൻ്റെ യോഗ്യതയില്ലായിരുന്നു. ഞാനിതൊരിക്കലും നിങ്ങൾ ദുരുപദേശമാണെന്ന് വിചാരിക്കരുത്. കർത്താവ് വരുമ്പോൾ ഒരുക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്ന സന്ദേശമാണെന്ന് പറയരുത്. ഞാൻ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുന്നത്, നടക്കാൻ പോകുന്ന സംഭവത്തെ വിളിച്ചു പറയുന്നത്. അത് നടക്കും. ദൈവസഭ വരുമ്പോൾ കർത്താവിൻ്റെ കാകളത്തെങ്കിൽ എടുക്കപ്പെടാനുള്ളവർ എടുക്കപ്പെടും. അത് 10 കന്യകമാരുടെ ഉപമയല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനെയല്ല ആരും വിചാരിക്കുക, അത് തള്ളപ്പെട്ടു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് പോയെന്ന്. അതല്ല, 10 കന്യകമാരുടെ ഉപമ പറഞ്ഞിരിക്കുന്നത് മണവാളന്റെ കല്യാണ സിദ്ധിക്ക് ക്ഷണിക്കപ്പെടുന്നവരാണ്, കല്യാണ സിദ്ധിക്ക് വേണ്ടിയുള്ളവർ. അതല്ലാതെ അവര് ഭൂമിയിലാണ് അവര് കല്യാണ സിദ്ധിക്ക്. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ ഞാൻ പറയുന്ന കന്യകമാർ എന്നുള്ളത് കുഞ്ഞാടിന്റെ കല്യാണത്തിലെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവരാഗോള ദൈവസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായവും സെക്രിയാപുസ്തകം 4-ാം അധ്യായവും ഉത്തമഗീതത്തിന്റെ 6-ാം അധ്യായം 10-ാം വാക്യവും സങ്കീർത്തനം 45-ാം അധ്യായം 13, 14 വാക്യങ്ങളും തെളിവുകൾ നൽകുന്നു. ഇത് ഇപ്പോൾ മീതയുള്ള എലിശയും നമ്മുടെ അമ്മയാകുന്ന മീതയുള്ള എലിശയും സ്വർഗീയ തേജസ് ഭാവിക്കുന്ന ഇവിടെ ഗണത്തിൽ ഇപ്പോൾ മൂന്നാം സ്വർഗത്തിൽ വിശുദ്ധന്മാർ ഉണ്ട്. 2-ാം സ്വർഗത്തിൽ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവർ മരണാനന്തരം വിശ്രമിക്കുന്നുണ്ട്. 1-ാം സ്വർഗത്തിൽ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരും വിശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രസന്റ് മീതയുള്ള എലിശയും. ഇതാണ് നമ്മുടെ തലയ്ക്ക് മീതെയുള്ള പർദീസ. ആർക്കും സംശയമില്ലല്ലോ. മീതെയുള്ള എലിശയും ഇതാണ്. ആരൊക്കെ അവിടെയുള്ളത്? 1-ാം സ്വർഗത്തിൽ പർദീസയിൽ പ്രവേശിച്ച വിശുദ്ധന്മാർ, പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാർ. 2-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ, 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ. ഇവരെ നമുക്ക് ഈ പറയുന്ന ആലങ്കാരിക ഭാഷയിൽ പറയുമ്പോൾ ഇവരെ നമ്മൾ വെളിപ്പെടുത്തുന്നത് 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന ആദിജാതന്മാരുടെ സഭയെ നമുക്ക് 7 പൊൻ നിലവിളക്കുകളുടെ ബന്ധത്തിൽ നമുക്കതിനെ പ്രതിനിധീകരിക്കുന്നു. 2-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ നിയമസഭയുടെ വിശുദ്ധന്മാരെ നമ്മൾ ഒരു നിലവിളക്കിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നു. ഇവർക്ക് ലഭിക്കുന്ന തേജസ് ചന്ദ്രതേജസ്സാണ്. 1-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരെ നമ്മൾ ഒരു ഒലിവുമരത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇപ്പോൾ മീതെയുള്ള എലിശയിൽ ആരൊക്കെയാ ഉള്ളത്? ഒരു ഒലിവുമരമുണ്ട്, ഒരു നിലവിളക്കുണ്ട്, 7 പൊൻനിലവിളക്ക് ഉൾപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ മീതെയുള്ള എലിശയിൽ ആരൊക്കെയാ ഉള്ളത്? ഈ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയുടെ ഉദരത്തിൽ ആരൊക്കെയാ ഉള്ളതെന്നറിയാമോ? ആരൊക്കെയാ ഉള്ളത്? 3 കൂട്ടരാണുള്ളത്. 3 കൂട്ടർ ആരൊക്കെയാ ഉള്ളത്? 1-ാം സ്വർഗത്തിലുള്ളവരുണ്ട്, 2-ാം സ്വർഗത്തിലുള്ളവരുണ്ട്, 3-ാം സ്വർഗത്തിലുള്ളവരുമുണ്ട്. ഇപ്പം 3-ാം സ്വർഗത്തിൽ ഉള്ളതാണ് മണവാട്ടി സഭയാകുന്ന ആദിജാതന്മാരുടെ സഭ 100 മേനി. 2-ാം സ്വർഗത്തിലുള്ളതാണ് ചന്ദ്രശോഭ പ്രാപിക്കുന്ന തോഴിമാരാകുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവർ. 1-ാം സ്വർഗത്തിലുള്ളവരാണ് അബ്രഹാമിനെ പോലെയുള്ള പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ. അപ്പോൾ മീതെയുള്ള യെരൂശലേമിനെ ഇപ്പോൾ ഈ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമായി മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള സമയത്തോട് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണം മുതൽ പെന്തക്കോസ്ത് നാൾ വരെ 1-ാം സ്വർഗത്തിൽ മാത്രമേ
ആത്മാക്കൾ എത്തിയിരുന്നുള്ളൂ. എന്നാൽ പെന്തക്കോസ്ത് സഭ സ്ഥാപിച്ചതിന് ശേഷം മധ്യാകാശ പ്രത്യക്ഷത വരെ സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവിലേക്ക് ഒന്നാം സ്വർഗത്തിലേക്കും രണ്ടാം സ്വർഗത്തിലേക്കും മൂന്നാം സ്വർഗത്തിലേക്കും ആത്മാക്കൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മൂന്നാം സ്വർഗത്തിന്റെ എണ്ണം തികയപ്പെടുമ്പോഴാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത നടക്കുന്നത്. ഇപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ആരൊക്കെയുള്ളത്? ഒന്നാം സ്വർഗത്തിലുള്ള ഒരു ഒലിവുമരമുണ്ട്, രണ്ടാം സ്വർഗത്തിലുള്ള ഒരു നിലവിളക്കുണ്ട്, മൂന്നാം സ്വർഗത്തിലുള്ള 7 പൊൻനിലവിളക്കുകളെ സൂചിപ്പിക്കുന്ന തികവിനെ കാണിക്കുന്നവരുമുണ്ട്. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനിയൊന്നുകൂടെ ആവർത്തിച്ച് കേട്ടാൽ മതി. ഇതിനേക്കാൾ ഇനിയും ലഘൂകരിച്ച് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ താഴ്ന്നിറങ്ങി മനസ്സിലാകാവുന്ന രീതിയിൽ മനസ്സിലാക്കി തരുന്നത്. അപ്പം നമുക്ക് ഇത് ശേഷിപ്പിൽ 2 കൂട്ടരുണ്ടെന്നുള്ളത്, 2 സാക്ഷികളുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. പഴയ നിയമത്തിലെ സാക്ഷികളും പുതിയ നിയമത്തിലെ സാക്ഷികളും. അപ്പോൾ പഴയ നിയമത്തിലെ സാക്ഷികളിൽ അവർ കർത്താവ് സന്നിധി നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാണ്. അപ്പോൾ ആ ഒന്ന് പുതിയ നിയമത്തിന് സാക്ഷ്യമുള്ളവർ, പഴയ സാക്ഷ്യമുള്ളവർ. അപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ അവരവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ സഭ എടുക്കപ്പെട്ട ശേഷമായി പിന്നീട്, അഥവാ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭം വരെ മീതെയുള്ള യെരൂശലേമിൽ അഥവാ പർദീസയിൽ ഒന്നാം സ്വർഗത്തിലുള്ള ഒന്നാമത്തെ ഒലിവുമരവും രണ്ടാം സ്വർഗത്തിലുള്ള ഒന്നാമത്തെ നിലവിളക്കുമേ കാണുകയുള്ളൂ. മൂന്നാം സ്വർഗത്തിലുള്ള 7 പൊൻനിലവിളക്കിൽപ്പെട്ടവർ അവർ പുനരുത്ഥാനവും രൂപാന്തരവും പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിലേക്ക് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രന്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കപ്പെടും. അപ്പോൾ ഒന്നാം സ്വർഗത്തിലുള്ളവരും രണ്ടാം സ്വർഗത്തിലുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ അവരോട് ചേരാനുള്ളവരെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 2 ഒലിവുമരമെന്നും 2 നിലവിളക്കെന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ, ഈ പർദീസയിൽ വിശ്രമിക്കുന്ന ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാർ എപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിന് മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവിടെ ശബ്ദങ്ങൾ അവരെ നോക്കിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിൽ 2 വ്യക്തികൾ യെരൂശലേമിൽ വീതിയിൽ നിന്ന് കയറിപ്പോകുന്നത് കാണിക്കുന്നത് ഈ മീതെയുള്ള പർദീസയിൽ ശേഷിച്ചിരിക്കുന്ന ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാർ അവിടെ എണ്ണം തികയപ്പെടുന്നു. ഇതൊക്കെ സ്വാധീനം വന്ന് ഇവരെ കൊന്നുകളയുകയാണ്. അവിടെ അവന്റെ ഭരണം ആരംഭിക്കുമ്പോൾ യേശുവിന് സാക്ഷ്യമുള്ളവരോടും അതുപോലെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നുകളയുവാനുള്ള അധികാരം അവൻ ലഭിക്കുവാൻ കൊന്നുകളയുന്നു. അപ്പൊ അവരുടെ ശവശരീരമാണ് അവിടെ കിടക്കുന്നത്. അവർ 3 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവരുടെ പുനരുത്ഥാനത്തെ കാണിക്കുന്നത്. ആ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ആരെല്ലാം ഒന്നാം സ്വർഗത്തിലുണ്ടോ രണ്ടാം സ്വർഗത്തിലുണ്ടോ അവർ 2 പേരും ഒരു നിലവിളക്കായിട്ട്, ഒരു ഒലിവുമരമായിട്ട്, പഴയ നിയമത്തിന്റെ സാക്ഷ്യമുള്ള മണവാട്ടി സഭയുടെ തോഴിമാരിപ്പെടുന്നവർ ഒരു നിലവിളക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ഉൾപ്പെടുന്നവർ ഒരു ഒലിവുമരമായിട്ട് ഇവർ 2 പേരുമാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. എന്നാ സംഭവിക്കുന്നത്? എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭത്തിൽ സംഭവിക്കും. അപ്പോൾ അതോടുകൂടി ഈ സ്ത്രീ എന്നുള്ള വിഷയം പിന്നീട് വെളിപ്പാട് പുസ്തകത്തിലില്ല. സ്ത്രീ മാറ്റപ്പെട്ടു. എന്നാൽ സ്ത്രീയുടെ തലയിലുണ്ടായിരുന്ന 12 നക്ഷത്രങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു കിരീടം കാണുന്നുണ്ട്. ആ കിരീടം വെളിപ്പെടുത്തുന്നത് അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീയുടെ ഹുയുള്ള ബന്ധത്തിൽ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലും മൂന്നാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരെ ആരാണെന്നും അവരെപ്പോൾ എടുക്കപ്പെടുന്നുള്ളത് മനസ്സിലാക്കി. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കുന്നത് കിരീടത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു 12 നക്ഷത്രങ്ങളുടെ കിരീടമുള്ളവരുണ്ട്. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ കർത്താവിന്റെ സേനാ ദിവസത്തിൽ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പായി പുനരുത്ഥാനം പ്രാപിക്കുന്ന വിശുദ്ധന്മാരെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. അവരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം.
അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഭൂമിയുടെ ആദിഫലമാകുന്നത് ഇസ്രായേലിന്റെ 144,000 അപ്പൊ അവരെയാണ് ഭൂമിയുടെ ആദിഫലമായിട്ട് എടുത്തിരിക്കുന്നത്. 14-ാം അധ്യായം വെളിപ്പാട് 14-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇവര് ഭൂമിയുടെ ആദിഫലമാകുന്നു. അന്ന് രക്തസാക്ഷിത്വം വരിക്കുന്നതിൽ ഇവർ മാത്രമല്ല, എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ചു നിൽക്കുന്നത് സഭയുടെ രക്തസാക്ഷികളാകുന്നു എന്നുള്ളതും നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുവാൻ കഴിയുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ 7-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ എളുപ്പമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നേരത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഇവര് എവിടെയാണ് ഈ സമയത്ത് അവിടെ ആത്മാക്കളെ വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന് കീഴിൽ വെച്ചിരിക്കുന്നത്. യാഗപീഠത്തിന് കീഴിൽ വെക്കുന്നത്. അപ്പോൾ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കളെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്താണ്. ഇപ്പോൾ അവിടെ ആത്മാക്കളില്ല. അപ്പൊ അത് രണ്ട് സാക്ഷികളിൽ ഉൾപ്പെടുന്നതിൽ എതിർ ക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വം വരിക്കുന്ന ഇസ്രായേലിന്റെ 144,000 എണ്ണി 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ച് 144,000 എണ്ണി അന്ന് രക്തസാക്ഷിത്വം വരിക്കാൻ ദിവസം മതി. എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം രക്തസാക്ഷികളായി തീരും. ഇതൊക്കെ കഥാന്റെ വരവ് എടുക്കപ്പെട്ട ശേഷമായി കേവലം 3.5 വർഷം കഴിയുമ്പോൾ നടക്കുന്ന സംഭവമാണ്. ഈ രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ ഒന്നാം ഭരണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഇവിടെ കയറി വരുന്ന ശബ്ദത്തിൽ മീതെയുള്ള ഷെയ്മിലുണ്ടായിരിക്കുന്ന 1-2 സ്വർഗത്തിലുള്ളവർ എടുക്കപ്പെടുന്നത്. പിന്നീട് 3.5 വർഷം ഏകദേശം കഴിയുമ്പോഴാണ് സേനാ ദിവസത്തിൽ പുനരുത്ഥാനം ഉണ്ടാകുന്നത്. അതുകൂടി ഒന്ന് ഞാനത് എടുക്കാം, പിന്നീട് അത് മനസ്സിലാകും. ഇതിന് 110-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യവും യെശയ്യാവിന്റെ 26-ാം അധ്യായത്തിലൊരു വാക്യം എടുത്തിട്ടാണ് അന്ന് നടക്കുന്ന പുനരുത്ഥാനത്തെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ പുനരുത്ഥാനം എന്നുള്ളത് 2 പുനരുത്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ഇപ്പോൾ ഉള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം നടക്കുന്ന 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, മധ്യാകാശ പ്രത്യക്ഷതയിൽ മരിച്ചുപോയ പുനരുത്ഥാനം നടക്കും. 2, 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിൽ സാക്ഷികളുടെ ഒരു ഗണമായിരിക്കുന്ന ഒരു ഒലിവുമരവും ഒരു നിലവിളക്കിലും പെട്ടെന്ന് 3 ദിവസം കഴിയുമ്പോൾ അവർ എടുക്കപ്പെടുന്നു. പിന്നീട് രക്തസാക്ഷികളാകുന്നവരെ വെച്ചിരിക്കുന്നതാണ് യാഗപീഠത്തിന് കീഴിലുള്ളത്. യാഗപീഠത്തിന് കീഴിൽ ഞാൻ ആത്മാക്കളെ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. യാഗപീഠത്തിന് അവരുടെ എണ്ണം തികയോളം 2 കൂട്ടരുണ്ട് അവിടെ, സഹോദരന്മാരും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കൂട്ടരാണ് ഉള്ളത്. അപ്പം സാക്ഷിയുടെ കൂട്ടത്തിൽ 2 കൂട്ടരുണ്ട്. സഭയുടെ ശേഷിപ്പുണ്ടെന്നുള്ളതിന് വ്യക്തതയാണ് നമുക്ക് ഈ പറയുന്ന വചനം എല്ലാം പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 6-ാം അധ്യായമാണ് പറഞ്ഞിരിക്കുന്നത്. 9 അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷി ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗവും ഇപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളെ അല്ല. ഇപ്പോഴുണ്ടാകുന്ന ഭൂകമ്പങ്ങളോ ഇപ്പോഴുണ്ടാകുന്ന മഹാമാരികളോ അതൊന്നും തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. അത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം കുഞ്ഞാടാൻ ദൈവം മുദ്രകൾ പൊട്ടിച്ചതിന് ശേഷമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവും ദൈവസഭയും തികവാകുന്ന ദൈവസഭയോട് എടുക്കപ്പെട്ട ശേഷമേ സംഭവിക്കുകയുള്ളൂ. 4-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് മേലാൽ സംഭവിക്കാനുള്ളത്. അത് സംഭവിച്ചു തുടങ്ങുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് മഹോത്സവം വന്നിട്ടില്ല, മഹോത്സവം ആരംഭിച്ചിട്ടില്ല, എതിർ ക്രിസ്തുവിന്റെ ഭരണം സംഭവിച്ചിട്ടില്ല. ഇവിടെ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കൾ ഇല്ല, ഇപ്പോൾ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെയുള്ള ഈ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ട ശേഷമേ നടക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ന് രാത്രിയിൽ വളരെ ഗൗരവതയോടുകൂടി മനസ്സിലാക്കിയെടുക്കണമെന്ന്. അതുകൊണ്ടാണ് വേഗത്തിൽ ഇളകിപ്പോകരുത്, ഞെട്ടിപ്പോകരുതെന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ആരും എന്ത് ചെയ്യരുത്, ഇളകിപ്പോകരുത്. വചനം അറിയാവുന്നവന് ഒരു കുലുക്കം ഉണ്ടാകത്തില്ല. അവനറിയാം ഇതെല്ലാം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ടതാണെന്ന്. അവിടെ വരുന്ന ഇവിടെ തീമഴ പെയ്ത്
അവിടെ അത് വന്ന് ആന ചാടിയെ പുലി ചാടിയെ പേടിക്കണ്ട. ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥ വരാൻ പോകുന്ന പിന്നെ ഇപ്പം വന്ന മഹാമാരി ഒന്നുമല്ല. മഹാമാരി കാട്ടുമൃഗങ്ങൾ ഇറങ്ങും, ക്ഷാമം വരും, വാള്, ക്ഷാമം, മഹാമാരി, കാട്ടുമൃഗങ്ങൾ ഇവ കൊണ്ട് മനുഷ്യനെ മൂന്നിലൊന്നിനെ കൊന്നുകളയെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കും. ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതാ. സംഭവിക്കാൻ പോകുന്നാൽ അതിന്റെ നാന്ദിയായിട്ട് അടയാളങ്ങളായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയൂ തുടങ്ങിയെന്ന് പറയും. തുടങ്ങിയിട്ടൊന്നുമില്ല, വടിവെട്ടാൻ പോയിട്ട് പോലും ഇല്ല. ആകാശത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൽമഴയുടെ ഭണ്ഡാരമുണ്ട്, തുറക്കപ്പെടും, അതൊക്കെ വീഴും. അതിനൊക്കെയുള്ള ചെറിയ കല്ലുകൾക്ക് അപ്പോൾ പോയി കണ്ടെടുത്തിട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് പോയിട്ട് ഇടുന്ന. പക്ഷേ അതൊന്നും അല്ല, ദൈവം സംഭരിച്ചു വെച്ചിരിക്കുന്ന പോരും പടയുമുള്ള ദിവസത്തേക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്ന കൽമഴയ്ക്ക് വേണ്ടിയുള്ള ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുകളില്. ഇപ്പൊ അവിടെ പോയി ചന്ദ്രന്റെ പോയി കല്ല് കൊണ്ടുവരുമ്പോൾ അതൊക്കെ മ്യൂസിയത്തിൽ വെച്ച് കാണും എല്ലാവരും. വലിയ കാര്യമാണ്, വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ പോരും പടയുമുള്ള ദിവസത്തേക്ക് കൽമഴ പെയ്യ്ക്കാൻ വേണ്ടി കഥാവ് വെച്ചിട്ടുണ്ട്. 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് കൽമഴ പെയ്തതിനെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ ഇന്നല്ല ശാസ്ത്രം കണ്ടുപിടിക്കാൻ മുമ്പേ കണ്ടുപിടിച്ചതാ അല്ലേ? യോശുവയുടെ പുസ്തകത്തില്ലായിരുന്നോ കൽമഴ പെയ്തെന്ന്? ഉണ്ടെന്നേ, ഉണ്ട്. ചൊവ്വയും ചന്ദ്രനും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായി തന്നെ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ ഇവിടെയുള്ള ഒന്ന് രണ്ട് കല്ലുകളല്ല, ദൈവം പോരും പടയുമുള്ള നാളിലേക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്ന കൽമഴയുടെ ഭണ്ഡാരമുണ്ട്, ദൈവം തുറക്കും. അതുകൊണ്ട് ഇവിടെ പോയി ചെറിയൊരു 2-3 കല്ല് വീണെന്നുകൊണ്ട് ഒരിക്കലും ആരും വിചാരിക്കരുത് വെളിപ്പാടത്തിലെ 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൽമഴയാന്ന് പറയരുത്. അതല്ല, ഒരു താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൽമഴ പെയ്തു. 16-ാം അധ്യായം 21-ാം വാക്യം. ഞാനിത് പറയുന്നത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു കൽമഴ പെയ്തെന്ന് കണ്ടുകൊണ്ട് അന്നേരം തന്നെ വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 21-ാം വാക്യം പൂർത്തീകരിച്ചെന്നല്ല. ഒരു താലം എന്ന് പറഞ്ഞാൽ ഏകദേശം 43 കിലോ വെയിറ്റ് ഉള്ള കല്ല് മുകളിൽ നിന്ന് താഴോട്ട് വരുമെന്ന്. മുകളിൽ നിന്ന് താഴോട്ട് വരാൻ പോകുന്നത് കുട കൊണ്ട് പറ്റത്തില്ല. പറ്റുമോ? 43 കിലോ വെയിറ്റ് ഉള്ള കല്ല് മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മുകളിൽ വരുമ്പോൾ കഷ്ണം മുഖാന്തരമായിട്ട് ചിലപ്പം എത്രയോ ടണ്ണ് കണക്കിനുള്ള കല്ലായിരിക്കും. ഇവിടെ ഈ ഭൂവിരുത്ത ഇതിലേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ചൊക്കെ പോയ ശേഷമായി ഇവിടെ വെയിറ്റ് വെച്ചിരിക്കുക 43 കിലോ വെയിറ്റ് ഉള്ള കല്ല് വന്ന് തലയോട്ട് വീഴുന്നു. മുകളിലുണ്ട് പോട്ടോ, ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു കൽമഴയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം പൂർത്തീകരിക്കപ്പെട്ടേ എന്ന് പറഞ്ഞാൽ പറയരുത്. എവിടെയെങ്കിലും രക്തത്തിന്റെ ഒരു മഴ അല്ലെങ്കിൽ ഒരു ചുമന്ന മഴ പെയ്തു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയരുത്, പൂർത്തീകരിച്ചെന്ന് പറയരുത്. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വേണേൽ വായിച്ചു 16-ാം അധ്യായം 17-ാം വാക്യം 21-ാം വാക്യം പറയുന്നത്, താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മഴ പെയ്തു, ആകാശത്ത് നിന്ന് മനുഷ്യരുടെ തലമേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യൻ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് മുമ്പുള്ള ശേഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, സംഭവിക്കത്തുമില്ല. ദൈവത്തിന് സഭയെടുക്കപ്പെടാതെ സംഭവിക്കത്തില്ല. തെളിവിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകാം. അപ്പൊ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായം 5-9-ാം വാക്യമാണ്. അതിനകത്ത് 2 കൂട്ടരുണ്ടെന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അപ്പോൾ അവർക്ക് രക്തസാക്ഷി കിട്ടുന്നത് വെള്ള നിലയങ്കിയ. തികവാകുന്ന മണവാട്ടി സഭയ്ക്ക് കിട്ടുന്ന വെള്ള ഉടുപ്പാണ്. ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. വെള്ള ഉടുപ്പ്, വെള്ള നിലയങ്കി, മനസ്സിലായോ? ഡ്രസ് കോഡുണ്ട്, ഡ്രസ് കോഡ്. അപ്പോൾ മണവാട്ടി സഭയ്ക്ക് ആദിയാത്മാർ സഭ വെള്ള ഉടുപ്പ് ധരിച്ച എന്നാ പറയുക. വെള്ള ഉടുപ്പ് ധരിച്ച് അവനോട് കൂടെ നടക്കും, വെള്ള ഉടുപ്പ് ധരിച്ചൊന്ന് നടക്കും. ജയാളികൾ, വേദവസ്തു ഒരു വാക്ക് പോലും വിട്ടുകളയാൻ പറ്റത്തില്ല, അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാ. അവർ യോഗ്യന്മാരാകിയാൽ എന്നോടുകൂടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. വെള്ള ഉടുപ്പ് അവന് കൊടുക്കുന്നത് വെള്ള ഉടുപ്പ്. എന്നാൽ ഇവിടെ രക്തസാക്ഷികളാകുന്നവർക്ക് ലഭിക്കുന്ന വെള്ള നിലയങ്കിയ, കന്യകമാരായിരിക്കുന്ന വസ്ത്രം നിലയങ്കിയാണ്. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയും എന്ന് പറഞ്ഞാൽ സഹഭൃത്യന്മാരും സഹോദരന്മാരും. അപ്പോൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ് സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹഭൃത്യന്മാർ എന്ന് പറയുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ സഹഭൃത്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 2-ാമത്തെ ഒലിവ് മരം കാണിക്കുന്നത്. വെളിപ്പാട് ദിവസം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സഹഭൃത്യന്മാർ
അഥവാ യാഗപീഠത്തിന് കീഴിൽ കാണുന്ന ആത്മാക്കളെയാണ് അവിടെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് ക്രിസ്തുവാണ് സമയത്ത് ഭൂമിയുടെ യേശു ക്രിസ്തു യാഗമാറ്റുന്ന ഭൂമിയുടെ കീഴിൽ മരണാന്തരം ഉണ്ടാകും. അവിടെയാണ് സഹഭൃത്യന്മാരെയും സഹോദരന്മാരെയും വെച്ചിരിക്കുന്നത്. ഈ സഹഭൃത്യന്മാർ എന്നുള്ളത് രണ്ടാമത്തെ ഒലിവ് മരമാണെങ്കിൽ സഹോദര പദവിയിലുള്ള കന്യകമാരുടെ പദവിയിലുള്ള അവര് രണ്ടാമത്തെ നിലവിളക്കായിരിക്കും. ഇവരാരാണ്? രക്തസാക്ഷികളാകുന്നത്, തല അറക്കപ്പെടുന്ന ആത്മാക്കളാണ്. ഇവരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അത് ഇതൊന്നും അറിയാതെയാണ് ചിലരങ്ങ് വെച്ച് കീറ്റുന്നത്. ഒരു കുഴപ്പമില്ല. വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടേ പ്രാർത്ഥിക്കാവുള്ളൂ. വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടേ സംസാരിക്കാവൂ. തലയറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചാട്ട്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവർ ഇരിക്കുന്നവർക്ക് ന്യായവിധി അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുമായവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിന്റെ മുദ്ര കൈക്കൊള്ളുന്നവരുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഭൂമിയുടെ ആദ്യഫലമാകുന്ന ഇത് ഭൂമിയിൽ നിന്നാണ് ഇവർ വെളിപ്പെടുന്നത്. അപ്പോൾ മീതയിലെ യേശുവിൽ ഉൾപ്പെട്ടിരുന്ന ആ മീതയുള്ള പർദീസയിൽ നിന്ന് വെളിയിൽ വരുന്നത് വേദനപ്പെടുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചു. ആരൊക്കെയാണ്? 7 പൊൻനിലവിളക്കിൽപ്പെടുന്ന ആദിജാതന്മാർ സഭയും, അതുപോലെ തന്നെ നോവ് കിട്ടിയ ഉടനെ ഒരു നിലവിളക്കിൽപ്പെടുന്നവരെയും ഒരു മരത്തിൽപ്പെടുന്നവരെയും ആണ് 11-ാം അധ്യായത്തിൽ അവര് ഇത് വെളിയിൽ വന്നിട്ട് പുനരുത്ഥാനം. അതിനുശേഷം നടക്കുന്ന ക്രൂരമായ എതിർക്രിസ്തുവിന്റെ ഭരണമാണ് രക്തസാക്ഷിത്വം ഭരിക്കുന്ന ഈ സഹഭക്തന്മാരിലും സഹോദരന്മാരുടെ നിലവാരത്തിലുള്ളവർ യാഗപീഠത്തിന് കീഴിലാണുള്ളത്. അവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ഈ പുനരുത്ഥാനത്തെയാണ് സേനാ ദിവസത്തിലെ പുനരുത്ഥാനമെന്ന് 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 110-ാം സങ്കീർത്തനം ഇപ്പൊ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോകാം. അത് പിന്നീട് നമുക്കത് കുറച്ചും കൂടെ ഇത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. 110-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പറയുന്നത്, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സമയദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. അപ്പോൾ ഈ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി വെള്ള നിലയെങ്കി കൊടുത്തിരിക്കുന്നവർ, ആ വെള്ള നിലയെങ്കി അവിടെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിന്റെ സേനാ ദിവസത്തിൽ, അതായത് കർത്താവിന്റെ സേനാ ദിവസം എന്ന് പറഞ്ഞാൽ അവൻ രാജാവായി രാജ്യത്തെ ഏറ്റെടുക്കുന്ന ദിവസമാണ് സേനാ ദിവസം. അന്ന് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. അപ്പം ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന്, ഉഷസ്സിന്റെ ഉദരം എന്ന് പറയുമ്പോൾ ഭൂമിക്കുള്ളിൽ നിന്നാണ് വരുന്നത്. ഇനി അത് ഭൂമിയിൽ നിന്നാണ്. ഇപ്പം യുവാക്കളായ മഞ്ഞ് വരുന്നെന്ന് പറയുന്നത് ഈ ഇവരുടെ പുനരുത്ഥാനത്തെ കണ്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം 20-ാം വാക്യോടെ വായിക്കുമ്പോൾ നമുക്കിതിന്റെ സംശയം വളരെ വ്യക്തമായി മാറിക്കിട്ടുവാനിടയായിത്തീരും. 26-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ആഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഈ 110-ാം സങ്കീർത്തനത്തിൽ പറയുന്ന മഞ്ഞും ഈ യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മഞ്ഞും ഒന്ന് തന്നെയാണ്. ഇവിടെ നിന്റെ മൃതന്മാർ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി കൊല്ലുന്നവരാണ് നിന്റെ മൃതന്മാർ. അതുകൊണ്ടാണ് വെളിപ്പാട് 14-ാം അധ്യായം 13 എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ മൃതന്മാർ അവരാണ് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുന്നവർ. നിന്റെ മൃതന്മാർ ജീവിക്കും. ഇവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അത് പിതാവാം ദൈവം പറയുക, ദൈവകൽപ്പന പ്രമാണിക്കുന്ന ഇസ്രായേൽ, അവര് നിന്നെ അംഗീകരിച്ചിട്ടില്ല.
യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ എൻ്റെ ശവങ്ങൾ എന്ന് പറയുന്നത്. നിന്റെ മൃതന്മാർ ജീവിക്കും. പക്ഷേ ഈ പിതാവാം ദൈവത്തിൻ്റെ ശവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ രണ്ടാം തീമഴ കൊണ്ടുള്ള അഗ്നിസ്നാനത്തെക്കുറിച്ച് അഗ്നി കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അവരെ അഭിഷേകം ചെയ്യുന്നതും ഈ യാഗപീഠത്തിന്റെ കനൽ കൊണ്ടാണ്. യാഗപീഠത്തിന്റെ തീക്കകത്ത് ഇപ്പോൾ കുഞ്ഞാടിന്റെ സൗരഭ്യവാസനയുണ്ട്. അതാണ് ഇവരുടെ മേൽ പകർന്നാണ് തീ കൊണ്ട് ഇവരെ അഭിഷേകം ചെയ്യുന്നത്. തീ കൊണ്ടുള്ള അഭിഷേകം ഇസ്രായേലിന്റെ മേൽ പകരുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാം, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഇവർ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന്. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. ഇത് പറയാണ്, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കും. 110 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ഈ പുനരുത്ഥാനത്തിന് വേണ്ടി ഇവരെ വെളിയിൽ കൊണ്ടുവരുമല്ലോ. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിക്ക് കീഴിൽ. അപ്പോൾ മീതെയുള്ള യെരുശലേമിൽ നിന്ന് അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നത്, 2 പുനരുത്ഥാനം പ്രാപിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ പ്രതിഷ്ഠ നടക്കുന്ന മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനത്തിൽ ആൺകുട്ടി ആദിയാതന്മാരുടെ സഭയെ ആണ് പ്രസവിക്കുന്നതെങ്കിൽ, നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിക്കുന്നത് 1-ാം സ്വർഗ്ഗത്തിൽ 2-ാം സ്വർഗ്ഗത്തിലെയാണ്. ഇത് വെളിപ്പാട് പുസ്തകം 12 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തെ കാണിക്കുന്നെങ്കിൽ, 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയാൻ കാരണം ഭൂമിയോടുള്ള ബന്ധത്തിൽ ഭൂമി പ്രസവിച്ചിടുന്നതിൽ ആദ്യമായിട്ടുള്ളത് അത് 144,000 ഇവര് ഭൂമിയുടെ ആദിഫലമാണ്. അപ്പോൾ ദൈവസഭ എന്നുള്ളത് അത് സർവസൃഷ്ടിയുടെ ആദിഫലമാണ്. യേശു ക്രിസ്തു സ്വർഗത്തിന്റെ ആദിഫലമാണ്. 3 ആദിഫലമുണ്ട്. സ്വർഗത്തിന്റെ ആദിഫലമാണ് ക്രിസ്തു. അവൻ മരിച്ചവരുടെ ആദിഫലം. എന്നാൽ ദൈവസഭയുടെ ആദിഫലം, മണവാട്ടി സഭ, ആദിജാതന്മാരുടെ സഭ ആദിഫലമാണ്. അത് സർവസൃഷ്ടികളുടെയും ആദിഫലമാണ്. എന്നാൽ ഭൂമിയുടെ ആദിഫലമായിട്ട് ദൈവം കണ്ടിരിക്കുന്നത് അത് ഇസ്രായേലാണ്. ദൈവത്തിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കരുതല് എത്ര വലുതാണെന്നറിയാമോ? ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിപ്പോൾ ഗ്രഹിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ലോകസ്ഥാപനത്തിന് മുമ്പ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. എവിടെ എല്ലാവരും വെക്കണമെന്നുള്ളതൊക്കെ അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ എവിടെ ആരെയൊക്കെ, നമുക്കിപ്പം 2 പേര് വീട്ടോട് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ കിടത്തണമെന്നുള്ള ചിന്തയാണ്. പക്ഷേ സർവശക്തൻ സകലത്തെയും കണക്ക് കൂട്ടി എവിടെയാണ് ക്രിസ്തുവിന്റെ സ്മരണ സമയത്ത് ആൾക്കാരെ വെക്കേണ്ടത്. ഭൂമിക്ക് കീഴില. അതുകൊണ്ട് പറയുന്നത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഇതാണ് 1-ാമത്തെ പുനരുത്ഥാനം. ഇനി യെരമ്യാ പ്രവചനത്തിലാണ് പറയുന്നത് ഭൂമിയുടെ ആദിഫലമാണ് ഈ ഇസ്രായേൽ എന്നുള്ളത്. അത് തെളിവോടെ ഉണ്ട്. നിങ്ങൾ ആദിഫലം ഇസ്രായേൽ ആദിഫലമാണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? തെളിവെന്നല്ല ചോദിക്കേണ്ട. മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനത്തിൽ ആദിഫലം ക്രിസ്തുവാണ്. അവർ സ്വർഗാസ്വർഗത്തിന്റെ ആദിഫലമാണ്. സർവസൃഷ്ടിയുടെയും ആദിഫലമാണ് മണവാട്ടി സഭ. ഭൂമിയുടെ ആദിഫലം ഭൂമിയാണ് പ്രസവിക്കേണ്ടത്. അതുകൊണ്ടാണ് മീതെയുള്ള യെരൂശലേമിൽ ഇവരെ വെക്കാത്തതും. ആ മീതെയുള്ള യെരൂശലേം അതോടുകൂടി മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞിരിക്കുന്ന, അത് പറഞ്ഞിട്ട് സന്ധ്യയുടെ ശേഷം ഇപ്പൊ മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്നു. അത് കിരീടത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് അതിൽ 2-ാമത്തെ ഒലിവുമരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ അവന്റെ ആദിഫലമാകുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളുവാൻ കഴിയും. ഇസ്രായേൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പഴയ വിശുദ്ധന്മാരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്. പുതിയ ദിനത്തിന് വിശുദ്ധന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരും വിട്ടുപോകാൻ പാടില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പഠനമാണ് വേണ്ടത്. അപ്പോൾ 26-ാം അധ്യായം 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നതാണ് 110-ാം സംഗീതം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 110-ാം സംഗീതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സമയദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയും, വ്യാഖ്യാനിക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭൂമിയുടെ ആദിഫലമായിരിക്കുന്ന 144,000 പേര് ഇസ്രായേലാണെന്നും അതേക്കുറിച്ചാണ് വെളിപ്പാട് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുള്ളതും. ഈ 14-ാം അധ്യായം നമുക്ക് പഠിക്കാൻ പറ്റും.
ഇത് മനസ്സിലാക്കാമെങ്കിൽ. അപ്പൊ ഇനി 11-ാം അധ്യായം പഠിക്കാൻ പറ്റും, 2 സാക്ഷികളെ കുറിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഏത് അധ്യായം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? സേനാ ദിവസത്തെക്കുറിച്ച് 1-ാമത്തെ പുനരുത്ഥാനം പഠിക്കാമെങ്കിൽ 20-ാം അധ്യായം പഠിക്കാൻ പറ്റും, ബാക്കിയുള്ള അധ്യായം പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്. ഇതിങ്ങനെ രീതി പഠിക്കാതെ ആര് പരിശ്രമിച്ചാലും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടി. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. എളുപ്പമായല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും? ഇത് രാത്രിയിൽ സന്തോഷമുണ്ടോ? അതെ, ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായോ? എവിടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ? ആദ്യഫലം എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്വർഗാസുഖത്തിന് ആദ്യഫലം, അത് 2000 വർഷം മുമ്പ് അവൻ ആദ്യഫലമായി എടുക്കപ്പെട്ടു. സർവശിക്ഷ ആദ്യഫലത്തെ മധ്യാകാശ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. സേനാ ദിവസത്തിൽ ഈ ഭൂമിയുടെ ആദ്യഫലമാകുന്ന ഇസ്രായേലിന്റെ 144,000 പേർ പുനരുത്ഥാനം പ്രാപിക്കും. അത് 1-ാമത്തെ പുനരുത്ഥാനമാണ്. ഭൂമിയോട് ബന്ധത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ള പുനരുത്ഥാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഭൂമിക്ക് കീഴിൽ നിന്നാണ്. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നു, മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നു, നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് ഒടുക്കത്തെ നാളിലേക്ക് വരികയുള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് ഭൂമിയാണ് പ്രേതന്മാരെ പ്രസവിക്കുന്ന പറയുന്നത്. മറ്റവരെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രസവിക്കാവുന്നത് വിശുദ്ധന്മാരെയാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ആദ്യഫലമാണെന്നുള്ളത് യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നു. അപ്പം ഈ ആദ്യഫലം, ഭൂമിയുടെ ആദ്യഫലം യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലം, അതാണ് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യഫലമായിരിക്കുന്ന എന്ന് പറഞ്ഞ 144,000 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സോട് കൂടി നമുക്ക് ഏതെല്ലാം അധ്യായങ്ങൾ പഠിക്കാൻ കഴിയും അല്ലേ? 6-ാം അധ്യായം പഠിക്കാൻ പറ്റും, 14-ാം അധ്യായം പഠിക്കാൻ പറ്റും, 12-ാം അധ്യായം പഠിക്കാൻ പറ്റും, 20-ാം അധ്യായം പഠിക്കാൻ പറ്റും, 16-ാം അധ്യായം പഠിക്കാൻ പറ്റും. എല്ലാത്തിലേക്കും നമ്മൾ കടന്നുപോയല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പഠിക്കാനായിട്ട് ദൈവം കൃപ നമുക്ക് സാധിക്കും. അപ്പം നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അവസാനിക്കും. മീതയുള്ള യേശുവിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മീതയുള്ള യേശുവിൽ ഉൾപ്പെടുന്നവരാണ് 7 പൊൻനിലവിളക്കിൽ ഉൾപ്പെടുന്ന ആദിയാതന്മാരുടെ സഭ. 2 നിലവിളക്കിൽപ്പെടുന്ന യേശുവിൽ സാക്ഷ്യമുള്ളവർ, അവർ ചന്ദ്രദേശ പ്രാപിക്കാനുള്ളവരാണ്. അവരൊരു കൂട്ടർ ഇപ്പോൾ 2-ാമത്തെ സ്വർഗത്തിലുണ്ട്. എന്നാൽ ഇവർക്ക് ഭരണ സമയത്ത് രക്തസാക്ഷിയാകുന്നവരെ യാഗപീഠത്തിന് കീഴാണ് വയ്ക്കുന്നത്. ഇപ്പോൾ വിശുദ്ധന്മാർക്ക് തുല്യരായിട്ടുള്ളവർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ 1-ാമത്തെ സ്വർഗത്തിൽ വിശ്രമിക്കുന്നു. ഇവര് യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭത്തെങ്കിൽ ഇവിടെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും നടക്കും. അത് വെളിപ്പാട് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമായി കൊടിയ ഭരണത്തിൽ യേശുക്രിസ്തുവിന്റെ സമയത്ത് കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ വെച്ചിരിക്കുന്ന യാഗപീഠത്തിന് കീഴിലാണ്. അതിനകത്ത് സഹഭക്തന്മാരുണ്ട്. ഒരു 2-ാമത്തെ ഒലിവ് മരവും. സഹോദരന്മാർ എന്ന പദവി വരുന്നത് നിലവിളക്കുമാകുന്നു. ദൈവസഭയുടെ തെളിവ് പ്രാപിക്കുന്നവരെ പുത്രത്വം പ്രാപിക്കുന്നതെന്നാണ് പറയുന്നത്. സഹോദരന്മാർ എന്ന് പറയുന്നത് തോഴിമാട് ഗണത്തിൽപ്പെടുന്നവരാണ്. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരൻ എന്ന് പറയുന്നവരുമുണ്ട്. സുവിശേഷത്തിന്റെ ചെറിയ സഹോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇടത്ത് മറന്നിരിക്കുന്നവരുടെ ബന്ധത്തെ നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം ഓരോന്നിനും അതിൻ്റെ അർത്ഥതലങ്ങളുണ്ട്. ഇത്രയും പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഇന്ന് രാത്രിയിൽ 14-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യഫലം ഏതാണെന്നുള്ളതല്ലേ. ആദ്യഫലം 4-ാം വാക്യം, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തേക്കും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിന് ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യരുടെ നിന്ന് ഭൂമിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഇവർ പാടുന്ന പാട്ട് മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടാണ്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇസ്രായേലിൽ നിന്നുള്ള 144,000 ആണെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തക പഠനത്തിന് ആവശ്യമായ എല്ലാ അധ്യായങ്ങളിലേക്ക് ചെന്നെത്താൻ പര്യാപ്തമായ ഒരു പൊതുവായിട്ടുള്ള പഠനമാണ് ദൈവത്തിന്റെ പരിശുദ്ധനാമം തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഏത് അധ്യായത്തിലേക്കും പഠിക്കാനായിട്ട് കയറിച്ചെല്ലാം. അപ്പൊ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വെച്ച് അല്ല നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകും, അത് മധ്യാകാശ പ്രത്യക്ഷത്തിലാണ്. 2 സാക്ഷികളുടെ പുനരുത്ഥാനം ഉണ്ടാകും എന്നാണ് യേശുക്രിസ്തുവിന്റെ ഭരണാരംഭത്തിലാണ് 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അതുപോലെ ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടാകും. അതാരാണ്? രക്തസാക്ഷികൾ. ഏത് ക്രിസ്തുവിന്റെ പണ്ടത്തിൽ രക്തസാക്ഷികളാകുന്നവരാണ് ഇവര്. ഈ ഇവരെല്ലാം ഉൾപ്പെടുന്നതിലാണ് മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്നു. ഇവരെവിടേക്ക് എടുക്കപ്പെടുന്നവരാണ്? പുതിയ യെരൂശലേമിന്റെ ഭാഗമാറ്റിയതാണുള്ളവരാണ്. പുതിയ യെരൂശലേമിന്റെ മന്ദിരത്തോടുള്ള ഭാഗത്ത് മീതെയുള്ള യെരൂശലേമിൽ നിന്ന് സൂര്യദേശം പ്രാപിക്കുന്ന മണവാട്ടി സഭ കുഞ്ഞാറിനോട് ചേരും. അത് മന്ദിരമായി തീരും. നഗരത്തിന്റെ ഭാഗമായി ചന്ദ്രദേശമുള്ളവർ അവര് രണ്ട് ഒലിവുമരത്തിൽ ഉൾപ്പെടുന്നവർ, രണ്ട് നിലവിളക്കിൽ ഉൾപ്പെടുന്നവർ നഗരത്തിന്റെ ഭാഗമായി തീരും. ഒരു ഒലിവുമരം പ്രതിദാനം ചെയ്യുന്ന പഴയ മിസ്റ്റർമാർ അവര് നക്ഷത്ര ശോഭയുള്ളവരായി മതിലിന്റെ ഭാഗമാകുമ്പോൾ, രണ്ടാമത്തെ ഒലിവുമരം അത് നക്ഷത്രങ്ങളിൽ വ്യത്യസ്ത തേജസ്സുള്ളതായ 144,000 പേരായിരിക്കും. അവരാണ് ഗോപുരങ്ങളായിത്തീരുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഏകദേശം ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ തുടർന്ന് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. 110 സങ്കീർത്തനത്തെ മനസ്സിലായല്ലോ. 26 അധ്യായം ഏകദേശം മനസ്സിലായല്ലോ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ രാത്രിയിൽ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള പഠനം ദൈവനിച്ചാൽ കഥ വരാൻ താമസിച്ച് വരുന്ന ആഴ്ചയിൽ ചെയ്യാം. അപ്പോൾ എല്ലാ അധ്യായങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ളതായ കാഴ്ചപ്പാട് വെളിപ്പാട് ദിവസം 12 അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ അത് ഇന്ന് രാത്രി മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 12 അധ്യായത്തെ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കുന്നത്? ഈ ഒരു അധ്യായത്തെ തൊട്ടപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണ് സങ്കീർത്തനം 110 1 വാക്യമെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണെന്ന് തെളിഞ്ഞനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം എല്ലാവരും ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഞാൻ ഇന്ന് രാത്രി സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ദൈവകൃപയുടെ ആഴങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമുക്കിതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരാഗ്രഹം മാത്രം മതി. നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിൽ വെളിപ്പാട് ദിവസം പഠിക്കാൻ സാധിക്കും. അവരുടെ വഴികളെ ദൈവാത്മാവ് വിശാലമായി തുറന്നു തന്നിട്ടുണ്ട്. സഹകരിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.